മോളെ, അപ്പൊ നീ പോവാൻ തന്നെ തീരുമാനിച്ചില്ലേ? അതെ അച്ഛാ, പോയേ പറ്റൂ. ഈ അച്ഛനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ മോളെ. അയ്യോ, അച്ഛൻ സങ്കടപ്പെടേണ്ട. എനിക്ക് അച്ഛനോട് ഒരു വിരോധവുമില്ല. എന്നെ ഈ വീട്ടിലെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അച്ഛന് മാത്രമാ. എന്നെ സപ്പോർട്ട് ചെയ്ത് അമ്മയുടെ അടുത്തുനിന്ന് വായിക്ക് കേൾക്കേണ്ട. ജിത്തുവേട്ടനും എന്നെ ഇപ്പോ ഇഷ്ടമില്ല, കാവേരിയാ ഇഷ്ടം. അപ്പൊ ഞാൻ പോവുക തന്നെ നല്ലത്. അച്ഛൻ സങ്കടപ്പെടേണ്ട. ഇതെനിക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞാൻ ജനിച്ച അന്ന് മുതൽ ഓരോ പ്രശ്നങ്ങളാ. ഞാൻ കുറച്ച് വെളുത്തതായി പോയി. അത് തന്നെ എനിക്ക് കിട്ടിയ ശാപം. ആ ഒരു കാര്യം പറഞ്ഞ് ചെറുപ്പത്തിലെ അച്ഛൻ മദ്യപിച്ചു വന്ന് അമ്മയെ ഒരുപാട് തല്ലുമായിരുന്നു. എന്റെ 8ാം വയസ്സിലാ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ. അതിനുശേഷം ചേട്ടൻ എന്നെ വലിയ ഇഷ്ടായിരുന്നു. പിന്നെന്താന്നറിയില്ല, വെറുക്കാൻ തുടങ്ങി. അച്ഛൻ പറയുന്ന പോലെ ഏട്ടനും വെറുക്കാൻ തുടങ്ങി എന്നെ. പിന്നെ ചേട്ടന് 24 വയസ്സായപ്പോ ഒരു കുഞ്ഞുള്ള സ്ത്രീയെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ചു. കണ്ണകി തമിഴ്ക്കാരിയാണെങ്കിലും മലയാളം നന്നായി പറയും. ചേട്ടനേക്കാളും 3 വയസ്സ് കൂടുതലാണ് ചേച്ചിക്ക്. പാവം ഒരു ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സ്ത്രീ. ഈശ്വര, ഈ മോളെ നീ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ഈ കഥകളൊന്നും എനിക്ക് നേരാവണ്ണം അറിയില്ലായിരുന്നു. അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചതാന്നറിയാം. പക്ഷേ ഇതൊക്കെ ഈ അച്ഛന് നീ മാപ്പ് തരണം. അയ്യോ, അച്ഛൻ എന്തിനാ എന്നോട് മാപ്പ് ചോദിക്കുന്നേ? ഇന്നേ വരെ ഒരു വേദനിപ്പിക്കുന്ന വാക്ക് പോലും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാലും അവർക്കൊപ്പം ഞാനും കൂട്ടു നിൽക്കല്ലേ? അച്ഛൻ അറിയാലോ, ഈ വീട്ടിൽ എല്ലാം തീരുമാനിക്കുന്നത് അമ്മയും അച്ഛമ്മയും ആണെന്ന്. അത് മാത്രമല്ല, എന്റെ കഴുത്തിൽ താലി കെട്ടിയ ജിത്തേട്ടൻ വരെ പറഞ്ഞു എന്നെ വേണ്ടെന്ന്. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കാൻ എനിക്ക് കഴിയത്തില്ല. കണ്ണേ, ദാ വരുന്നു. എന്താണ് നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? നമ്മുടെ വൈകമോളെ വിളിച്ചിരുന്നേ. എന്തു പറ്റി? വൈകക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞ് ജിത്തു വേറൊരു പെണ്ണിനെ കൂടെ കൂട്ടുവാൻ പോവാ. വൈകയെ ഉപേക്ഷിക്കുന്നില്ല. അവളെ കുറച്ചകലെ ഒരു വീടെടുത്ത് അവിടെ താമസിപ്പിക്കാന്ന്. അത് പറഞ്ഞപ്പോ വൈക ഡിവോഴ്സ് ആവശ്യപ്പെട്ട്. ഇതെല്ലാം ഞാൻ അറിഞ്ഞു. അയാൾക്ക് വലിയ കാര്യമായിരുന്നല്ലോ അവളെ. അല്ല, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞേ? അവൻ എന്നെ ഇന്നലെ വിളിച്ചിരുന്നു, വൈകയെ ഡിവോഴ്സിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്നൊക്കെ പറയാൻ. അല്ലെങ്കിൽ അവളെ ഈ വീട്ടിൽ കയറ്റരുതെന്നൊക്കെ പറഞ്ഞു. മൃഗമാണ് അവൻ. 2 പേരെയും വേണം. നാണമില്ല അവൻ അത് പറയാൻ. അല്ല, നിങ്ങൾ എന്ത് തീരുമാനിച്ചു? ഞാൻ പോകുന്നുണ്ട് അവളെ അടുത്തേക്ക്. ഒന്ന് സംസാരിക്കണം. അവക്ക് തോന്നിയതുപോലെ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാം ഞാൻ കാരണമാ. എല്ലാത്തിനും ഞാനാ കാരണം. അവക്ക് ഈ ഗതി വരാൻ. ദേ, എന്റെ മുന്നിൽ നിന്ന് മോങ്ങിയാലുണ്ടല്ലോ, ചവിട്ടി ഞാൻ പുറത്തിടും. അവളെ ഒരു പൂങ്കണ്ണീര്. എന്നാലും ഒരെന്നാലില്ല. ആ കണ്ണൊക്കെ തുടച്ചേ. നീ കരയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടല്ലാന്ന് നിനക്കറിയത്തില്ലേ? അല്ല, നമ്മുടെ മോനെന്തേ? ഉറങ്ങ എണീറ്റില്ല. ശരി, എന്നാ നീ പോയി ചായ എടുക്ക്. അപ്പോഴേക്കും ഞാനൊന്ന് കുളിക്കട്ടെ. മേലെ മൊത്തം അഴുക്കാം. ശരി. എന്താ നിന്റെ തീരുമാനം? എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. ഇവിടെ അല്ലാതെ ഇനി എവിടെ നിൽക്കാനാ? എങ്ങോട്ട് പോകും നീ? അതൊന്നും എനിക്കറിയില്ലേട്ടാ. പക്ഷേ ഇവിടെ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളേട്ടാ. ഇവിടെ എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല. അപ്പോ ഒപ്പിട്ട് കൊടുക്കാൻ തന്നെയാണോ തീരുമാനം? അതെ. എന്നാ എടുക്കാനുള്ളതൊക്കെ എടുത്തോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എനിക്കൊന്നും വേണ്ട. ഒന്നും വേണ്ടെങ്കിൽ ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് പൊക്കോ. അമ്മ പറഞ്ഞത് ശരിയാ. ജിത്തു സൈൻ ചെയ്തു. ഇപ്പോഴേ എനിക്ക് സമാധാനായി. എന്റെ മോന്റെ തലേന്ന് ഈ കുരിശ് ഒഴിവായല്ലോ. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എനിക്ക് ജിത്തേട്ടനോടൊന്ന് സംസാരിക്കണം. ഇനി എന്തോന്ന് സംസാരിക്കാൻ? അച്ഛമ്മ പേടിക്കണ്ട. ഇനി ജിത്തേട്ടന്റെ പുറകെ ഞാൻ വരില്ല. എനിക്ക് അവസാനമായി ഒന്ന് സംസാരിക്കണം, അത്രമാത്രം. ചെല്ലേ ജിത്തേട്ടാ, ഞാൻ പോവാട്ടോ. താലി ഞാൻ അച്ഛമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ജിത്തേട്ടന്റെ ലൈഫിൽ ഞാനൊരു ശല്യമായി വരില്ല. ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാന്നറിയില്ല. അതുകൊണ്ട് ചോദിക്കുക, എന്നെ ഒഴിവാക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ജിത്തേട്ട ചെയ്തേ? എത്രയോ മടങ്ങ് ഞാൻ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. എന്നെ വരെ ജിത്തേട്ടനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നെക്കാളും എന്ത് മഹിമയാണ് കാവേരിയിൽ ജിത്തേട്ടൻ കണ്ടത്. വൈക, അത് പിന്നെ ഞാൻ പോവാ ജിത്തേട്ടാ. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടോന്ന് അറിയത്തില്ല. എന്നാ ശരി. ഹാപ്പി മാരീഡ് ലൈഫ്. വൈക.